ഹായ് ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അജ്നാസ് മനുഷ്യയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ക്യാരറ്റിൻ്റെ കളർ കണ്ടപ്പോൾ വാങ്ങിച്ചതാണ് കേട്ടോ. ക്യാരറ്റ് നല്ല പ്യുവർ ഓറഞ്ച് കളറായിരുന്നു ക്യാരറ്റിന്. അപ്പോൾ കണ്ട ചന്തം തോന്നിയപ്പോൾ അങ്ങനെ വാങ്ങിച്ചതായിരുന്നു കേട്ടോ. ശരി, എന്നാൽ പിന്നെ ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് ഞാൻ പാല് പോയി വാങ്ങിച്ചിട്ട് വന്നു. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഇവിടെ അങ്ങനെ അരിയണ ഇതൊന്നും ഇല്ല. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ റൗണ്ടായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ക്യാരറ്റ്. അപ്പോൾ നമ്മൾ കുക്കറിലാണ് ഉണ്ടാക്കാൻ പോണത്. അപ്പോൾ വെൽക്കം ടു മൈ വീഡിയോ. ഇത് വന്നിട്ട് അതായത് ക്യാരറ്റിൽ നമുക്ക് നല്ല വിറ്റാമിൻ എ ഉണ്ട് എന്ന് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ക്യാരറ്റിന് ഈ ഓറഞ്ച് കളർ കൊടുക്കണത് ഏതാണെന്ന് അറിയുമോ? ആർക്കെങ്കിലും അറിയാത്തവർക്ക് ഞാൻ പറയാം കേട്ടോ. അതായത് കെരാറ്റിൻ അല്ല കറോട്ടിന, ഇതിൽ രണ്ടൊക്കെ ഏതോ ഒന്നാണ് ക്യാരറ്റിന് ഓറഞ്ച് കളർ കൊടുക്കുന്നത് കേട്ടോ. അപ്പം ധാരാളമായിട്ട് വിറ്റാമിൻ എ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ സ്കിന്നിന് നല്ലതാണ്. അതുപോലെ കുറേ ഗുണങ്ങളുള്ള ഒരു ഐറ്റമാണ് കേട്ടോ വെജിറ്റബിളിൽ ക്യാരറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ഇത് നമ്മൾ ക്യാരറ്റ് വേവിക്കണം. അപ്പോൾ വേവിക്കാൻ വേണ്ടി ഈ ക്യാരറ്റ് ഫുള്ളും കുക്കറിലിട്ടു കേട്ടോ. ഇനി നമ്മൾ ഇതിലേക്ക് പാൽ ഒഴിക്കണം. പാലിലാണ് നമ്മൾ ക്യാരറ്റ് വേവിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പാൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ക്യാരറ്റ് നമ്മൾ പാലിലാണ് വേവിക്കാൻ പോകുന്നത് കേട്ടോ. ഇനി കുക്കറിന് അടച്ച് വെക്കാം. പഞ്ചസാര ഒന്നും ഇടണ്ട, ക്യാരറ്റും പാലും മാത്രം ഒഴിച്ചാൽ മതി. കുക്കർ മൂടി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ബോയിലാവണ വരെ നമുക്ക് വെയിറ്റ് ചെയ്ത്. അപ്പം നല്ലോണം ബോയിലായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഇത് വെച്ചിട്ട് എല്ലാം ഇവിടെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. ഇവിടെ എല്ലാ സാധനവും ഇല്ലല്ലോ. അപ്പം ഞാൻ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ കുത്തണ സംഭവമാണത് മരത്തിൻ്റെ. അത് വെച്ചിട്ട് ഞാൻ നല്ലപോലെ ക്യാരറ്റിനെ സ്മൂത്താക്കി എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ നല്ലോണം സ്മൂത്താക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ വേണമെങ്കിൽ കളർ പൊടിയില്ല, ഒരു റെഡ് കളർ പൊടി, അത് വേണമെങ്കിൽ നമുക്കിതിൽ ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ പഞ്ചസാര ഇപ്പം തന്നെ നമുക്ക് ആഡ് ചെയ്യാം. കാരണം ക്യാരറ്റ് നല്ല ബോയിലായിട്ടുണ്ട്, ക്യാരറ്റിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് പഞ്ചസാര ഇപ്പം ആഡ് ചെയ്യാം. പിന്നെ റെഡ് കളർ പൗഡർ ഞാൻ ആഡ് ചെയ്യുന്നില്ല, റെഡ് കളറിഷായിട്ട് വേണം എന്നുള്ളവർക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ അപ്പോൾ പഞ്ചസാരയും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സ്റ്റൗവിലോട്ട് ഈ പാലിനെ ഫുള്ളും വറ്റിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് ചെയ്യാം. വിഷയാനുസരണം മധുരം ഇടാം. ഓക്കെ, നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കുന്നത് ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്കൊക്കെ ഉപകാരമായിരിക്കും. സിമ്പിളായിട്ട് നമ്മൾ എത്ര സിമ്പിളായിട്ടാണ് ഒരു ക്യാരറ്റ് ഹൽവ ഉണ്ടാക്കുക എന്നുള്ളത്. അങ്ങനെ സ്റ്റൗവൊക്കെ ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഈ പാല് വറ്റണ വരെ നമുക്ക് അടിപ്പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നമുക്ക് ഗീ ഇപ്പോഴും ചേർക്കാം, പിന്നെ ലാസ്റ്റ് ഒന്ന് ഡ്രൈ ആയിട്ട് വരുമല്ലോ അപ്പോഴും ചേർക്കാം ഗീ. പിന്നെ നമുക്ക് കാഷ്യൂനട്ട്, റൈസിൻസ്, ഇതൊക്കെ നട്ട്സ്, ഇതെല്ലാം നമുക്ക് ആവശ്യാനുസരണം ഗീയിൽ വറുത്തിട്ട് ഡെക്കറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്ന് ഡ്രൈ ആവട്ടെ. വറ്റണ വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് ഇരിക്കണം. ഈ പാല് വറ്റണ വരെ ഇളക്കി കൊടുത്തിട്ടിരിക്കണം. ഞാൻ ഇപ്പോൾ ഗീ കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് ലാസ്റ്റ് കൂടെ ആഡ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് ഗീ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിൽ തന്നെ ഈ സമയത്താണ് നമ്മൾ അണ്ടിപ്പരിപ്പ്, റൈസിൻസൊക്കെ നെയ്യിൽ വറുത്തിട്ട് ഇടേണ്ടത് കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ സാധനം വാങ്ങാൻ മറന്നുപോയി. അണ്ടിപ്പരിപ്പ്, മുന്തിരിയൊക്കെ കൊണ്ട് എനിക്ക് ഇടാൻ പറ്റില്ല. അപ്പോൾ നമ്മുടെ ക്യാരറ്റ് ഹൽവ അവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാ ബിഗിനേഴ്സും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ റെഡ് പൗഡർ ഇട്ടിരുന്നെങ്കിൽ ഇവിടെ നല്ല റെഡിഷായിട്ട് നല്ല ഭംഗിയോടുകൂടെ കാണുമായിരുന്നു, നല്ല റെഡ് കളറായിട്ട് കാണുമായിരുന്നു. നമ്മളിപ്പോൾ പൗഡർ ഇടാത്തതുകൊണ്ടാണ് പ്യുവർ ക്യാരറ്റ് പോലെ തന്നെയാണ് കാണുന്നത്. നല്ല പാലൊക്കെ വറ്റിച്ചിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് തണുപ്പിച്ചിട്ട് വേണം നമുക്ക് സെർവ് ചെയ്യാനായിട്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് എന്തെങ്കിലും സജഷൻ പറയാനുണ്ടെങ്കിൽ കമൻസിലൂടെ പറയാവുന്നതാണ് കേട്ടോ. ഓക്കെ, ബൈ. ഇവിടെ ഫൈനൽ ലുക്കാണ്. നമ്മൾ റെഡ് പൗഡർ ഇട്ടിട്ടുണ്ടെങ്കിൽ റെഡിഷ് ആയിട്ട് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഏകദേശം എല്ലാം സ്മൂത്തായി പാലെല്ലാം വറ്റി വരണ്ട് വന്നിട്ടുണ്ട്. പാലും ഗീയും ആയതുകൊണ്ട് നല്ല ടേസ്റ്റും ഉണ്ടാവും. ഓക്കെ, ഇതിന് മേലെ നമ്മൾ ഇനി അണ്ടിപ്പരിപ്പ്, കിസ്മിസ് അതൊക്കെ നമുക്ക് ഗീയിൽ വറുത്തിട്ട് ഇട്ടാൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ സെർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ.